അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പരിശുദ്ധ മുഅ്മിനീങ്ങളെ, പല ആൾമാരും PM വന്നിട്ട് കേൾക്കണമെങ്കിൽ ഒരു വിഷയത്തിക്ക് ധാരാളം കടങ്ങളുണ്ട്. ഈ കടങ്ങൾ വീടി കിട്ടൂ എന്തെങ്കിലും നബിതങ്ങ പടിപ്പാട്ടിയെ ദിക്റോ ദുആഓ സ്വലാത്തോ ഉണ്ടും സാധാരണ ആൾമാർ കേട്ടുകൊണ്ടിരിക്കാറ്. അങ്ങൊരു പരിഹാരമായിട്ട് എത്ര കടയിൽ നിന്നുണ്ടായെങ്കിൽ എത്ര വില ഗുഡത്ത് പോലത്തെ കടയിൽ നിന്ന് പോലും പരിഹാരം കിട്ടേണ്ട ചെന്നിട്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും പടിപ്പാട്ടിയെങ്കിലത്തെ 5 പരിഹാര ഇന്നത്തെ ക്ലാസ്സിൽ നിന്നാണ് ചെന്നുകൊണ്ടുള്ളത്. പരിശുദ്ധ മുഅ്മിനീങ്ങളെ, കട ചൊല്ലുകൊടുത്തു ജാഗ്രത ആക്കണം. സന്ദർഭ അത്യഗത്തിന് മാത്രം കടയെടുക്കണം. ചില ആൾമാറിക്കാറ് കിട്ടിയതുക്കും പിടിച്ചതുക്കും എല്ലാം കടയെടുക്കണേ. കട ചൊന്നുണ്ടെങ്കിൽ ഭാര്യ ഗൗരവത്തിലെടുക്കുന്ന ഈ വിഷയത്തേക്ക് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്നൊരു യുദ്ധത്തിൽ ഷഹീദായ വ്യക്തിയാണെങ്കിൽ പോലും കടയിൽ നിന്നുണ്ടായെങ്കിൽ ആ കടത്തിന് പരിഹാരമില്ല. അത് വീടിനോടത്തോളതുക്ക് പരിഹാരമില്ല. അത് സ്വഹാബിയാണെങ്കിലും ശരി, അത് യുദ്ധത്തിൽ ഷഹീദായ ആളാണെങ്കിൽ പോലും ശരി, കടയെടുത്തിട്ടായെങ്കിൽ പരിഹാരം ഇല്ലേ ഇല്ല. അത് കൊടുക്കലേ പരിഹാരം. അതുകൊണ്ട് കടത്തെ വിഷയം ഭാര്യ ജാഗ്രതാക്കാനുണ്ട് നബി തങ്ങൾ ചെന്നു. മാത്രമല്ല, ഏതെങ്കിലും ഒരു മയ്യത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തിൽ നബി തങ്ങൾ ഇരിക്കുമ്പോൾ ഒരു മയ്യത്തിനെ നിസ്കരിക്കുക കൊണ്ടെന്ന് വന്നെങ്കിൽ ഫസ്റ്റ് നബി ആക്കിക്കൊണ്ടിരുന്ന സ്വതന്ത്രം ഉണ്ടായെങ്കിൽ ഈ മയ്യത്ത് എന്തെങ്കിലും കട ഉണ്ടാണ്ടിരിക്കരുത് കേൾക്കരുത്. കടയിൽ നിന്നുണ്ടായെങ്കിൽ നബി തങ്ങൾ നിസ്കരിക്കുക റെഡിയാവില്ല. ഒന്നിരിക്കലോ ആ കട ആറ് കട കൊടുക്കൂല്ലേ, അങ്ങ് കിട്ടണ അയാൾ മറന്നങ്ങ് മാഫാക്കി കൊടുക്കണം. അല്ലെങ്കിൽ അതിലെ കുടുംബത്തങ്ങ അല്ലെങ്കിൽ ആ സദസ്സിരുന്നങ്ങ ആരെങ്കിലും നാണ് കട കൊടുക്കാണ്ട് ഏറ്റെടുത്തെങ്കിൽ ആ ഏറ്റെടുത്തെങ്കിൽ മാത്രം ഇട്ടിക്ക് ഹബീബായ തങ്ങൾ നിസ്കരിക്കുക റെഡിയായി കൊണ്ടിരുന്നിട്ട് പരിശുദ്ധമായ ഹദീസിൽ കാണും. ഞങ്ങളുടെ കൂട്ടത്തിൽ കുറേ ആൾമാരുള്ള കട എടുക്കുക ഭാരീ മുമ്പാങ്ങ തിരിച്ചു കൊടുക്കുന്ന വിഷയം അതിലില്ല. അത് ആലോചന പോലും ആക്കില്ല. കടം കൊടുത്ത ആൾമാർ പിന്നെ ഇങ്ങൾക്ക് കൊളാക്കിയിട്ട് ഇങ്ങനെ ബാക്കിൽ കട കൊടുത്ത കഷ്ടത്തിൽ എന്തെല്ലാം നേർച്ച വെക്കണ്ടെങ്കിൽ തുടർ സാഹചര്യ ബർപ്പാട്ടെങ്കിലത്തെ ആൾമാർ ഞങ്ങളുടെ കൂട്ടത്തിൽ കുറേ ആൾമാരുള്ളാർ. അങ്ങനെ ഒരിക്കലും ആക്കുതീരാം. കട എടുക്കുക തീര കൊടുക്കൂ താക്കത്തിന്നുണ്ടായെങ്കിൽ കൊടുക്കൂടെ വേറെ മാർഗങ്ങൾ ಅದಕ್ಕೆ ബദൽ വ്യവസ്ഥ ഇന്നെങ്കിൽ മാത്രം ഇട്ടിക്കിട് കട എടുക്കണായി. അല്ലാണ്ട് കട ഒരിക്കലും എടുക്കുതീരാം. ഏതായാലും സാഹചര്യത്തിൽ എടുത്തു പോയിട്ടുണ്ടായെങ്കിൽ അത് എത്രയും പെട്ടെന്ന് വീട് കിട്ടണമെങ്കിൽ ഒരു പരിഹാരം ഉണ്ട് ഈ ക്ലാസ്സിൽ തന്നുകൊണ്ടുള്ള. പിന്നെ ലോൺ ഗതിയില്ലാണ്ടാകുമ്പോൾ ലോൺ എടുത്തിട്ട് അതുപോലെ അതുമായി ബന്ധപ്പെട്ടിട്ട് എന്ത് ഒരു ഗതികേട് പറയുമ്പോൾ മനുഷ്യന്മാർ എന്തും ആക്കി പോകാറ്. അതൊക്കെ എല്ലാത്തും അത് പെട്ടെന്ന് എല്ലാം കൊടുത്ത് വാങ്ങിയ കടങ്ങൾ എടുത്ത കടങ്ങൾ തിരിച്ച് വീടിനെങ്കിലത്തെ ഒരു സാഹചര്യ ബണ്ട് അതൊക്കെ കാരണമാവണമെങ്കിലത്തെ വിക്രയിട്ടിക്കിട് പരിഹാരങ്ങളായിട്ടിക്കിട് ഇന്നത്തെ ക്ലാസ്സിലൂടെ നിങ്ങൾ പഠിപ്പാട്ടിത്തണ്ടേ. അത് നല്ല നീയത്തായിട്ട് ഇത് ആവായുവേ സെക്കൻഡും ആക്കാണ്ട് ഇതോടുകൂടി എൻ്റെ കടത്ത് ഒരു പരിഹാരം ആവിടും പടച്ചിറബു ഏതെങ്കിലും ഒരു തെറുക്കാട്ടാഞ്ചുള്ളെങ്കിലത്തെ ഉറച്ച വിശ്വാസത്തോടുകൂടെ ഈ ഒരു ദിക്റും ദുആവും ആക്കലുണ്ടായെങ്കിൽ 100% റിസൾട്ട് ഉണ്ട് നബി തങ്ങൾ പഠിപ്പാട്ടിയത്. മാത്രമല്ല അത് സ്വഹാബത്ത് ആക്കിയിട്ട് അങ്ങനെ അനുഭവമായിട്ടിക്കിടെ ഷെയർ ആക്കിയോ ഇൻഷാ അല്ലാഹ്. എന്നാണ് ആ പരിഹാരത്തിൽ കടന്നുകൊണ്ടുള്ള ഒന്നാമത്തെ പരിഹാരം. ബഹുമാനപ്പെട്ട ഒന്നാമത്തെ ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തൻ്റെ ഫിർസത്തെ മോലു ആയിഷ ബീബിട്ട് വന്നിട്ട് ചൊല്ലു, ആയിഷ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ നക്കൊരു ദുആ പഠിപ്പാട്ടി തന്നിട്ട് ആ ദുആ മുന്നോലു ഈസാ നബിയുടെ അനുയായികൾക്ക് ചെന്നു കൊടുത്തെങ്കിത്തെ പഠിപ്പാട്ടി കൊടുത്തെങ്കിത്തെ ദുആ ആ ദുആ നക്ക് നബി തങ്ങ പഠിപ്പാട്ടിത്. ആ ദുആ മീട്ട് നീನು ദുആർന്നുണ്ടായെങ്കിൽ നിന്റെ കട എത്ര വില കടയുന്നുണ്ടെങ്കിൽ ഉഹുദ് പർവ്വത കാണല ആക്കാണ്ട് ഉഹുദ് പർവ്വത ആ പർവ്വത എത്ര വലിയ എനിക്ക് കടയുന്നെങ്കിൽ പോലും ഈ ദുആ നീ ദുആർന്നുണ്ടായെങ്കിൽ നിന്റെ കട 100% വീടി കിട്ടുന്നിട്ട് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിഷ ബീബിട്ട ചൊന്നിട്ടാകുമ്പോൾ ആയിഷ ബീബി ഭാരി കൊസിയത്ത് ബാപ്പട ചൊന്തൊരു ബാപ്പ ഏത് തിന്നിട്ടു ആ ബാപ്പ ചൊന്നു കൊടുത്തിട്ടു ആ ദുആ ഈ ദുആ ആയിട്ടിക്കണ്. അല്ലാഹുമ്മ ഫാരിജൽ ഹമ്മി കാശിഫൽ ഗം മുജീബ ദഅവത്തിൽ മുൽതദീൻ റഹ്മാനുദ് ദുനിയ വൽ ആഖിറതി വറഹീമഹുമാ
أنت ترحمني فارحمني برحمة تغنيني بها الرحمة من سوى. ಅದರ ಅರ್ಥ ഇങ്ങനെ എല്ലാ ടെൻഷനും ദുഃഖവും ദൂറാക്കട റബ്ബേ, കഷ്ടപ്പെട്ടിട്ട് കുടുങ്ങി കിടക്കട ആൽമാരുടെ ദുആ സ്വീകരിക്കട അല്ലാഹുവേ, ദീനിലും ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് റഹ്മത്ത് ചെയ്തു തന്നുകൊണ്ടുള്ള റബ്ബേ, നക്ക് നീ നിൻ്റെ വലിയ വിശാലമായ റഹ്മത്ത് താ. നിൻ്റെ റഹ്മത്തല്ലാണ്ട് വേറെ ഒന്നും നക്ക് ഇല്ലാ ചൊന്നിട്ടു ഉള്ള അർത്ഥം പണ്ടെങ്കിൽ ആ ദുആ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആയിഷ ബീബി പടിപ്പാട്ടി കൊടുത്തിട്ടാകുമ്പോൾ ആയിഷ ബീബിക്ക് ഭാരി കൊസീത്ത് തീർത്തില്ല. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഈ ദുആ പടിപ്പാട്ടി കൊടുത്തിട്ട് ആയിഷ ബീബിയുടെ ചൊല്ലു, ആയിഷ നക്ക് തെല്ല് കടയിന്ത് നക്ക് നാനാണെങ്കിൽ ആ കടത്തെ വല്ലാണ്ട് വെറുക്കൂടെ ആളായിട്ട് കടാ ചൊന്നെങ്കിൽ നക്ക് അലർജി നക്ക് തെല്ല് കടയിന്നിട്ടാകുമ്പോൾ നബി തങ്ങ ഈ ചൊന്ന് ദുവാർന്നിട്ടാകുമ്പോൾ കൊറിയ നാളുടെ ഉൾക അള്ളാഹു ഈ ദുആയുടെ ഫലമായിട്ട് എൻ്റെ എല്ലാ കടവും വീടി തന്നാണ്ട് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആയിഷ ബീബിക്ക് ചൊന്നിട്ട് ഇന്നുണ്ടായെങ്കിൽ അത്രയും പെർഫെക്റ്റായൊരു ദുആ ആയിട്ടിക്കിട്. മാത്രമല്ല ബഹുമാനപ്പെട്ട ആയിഷ ബീബി ചൊല്ലു, ಆಯಿಷಾ ಬೀಬಿಗೂ ತೆಲ್ಲು ಕಡೆಯಿಂತು ಆಯಿಷಾ ಬೀಬಿ ಭಾರಿ ಕೊಸಿಲಿಂತು. ಕಾರಣ ಅಂದೆ ಬಾಪ ಹಿಂಗಂತವ್ರು ದುವಾ ಪಡಿಪಾಡಿ ತಂತಲ್ಲಿ. ಕಾರಣ ಆಯಿಷಾ ಬೀಬಿಯ ಮೂತೋಲು ಅಸ್ಮಾ ಬೀಬಿಟ ಕೊರಿಯ ಪೈಸಾ ಕಡೆಡ್ತಿಂತು. ಅದು ಕೊಡ್ಕೋಗ ಅಯ್ಯೋ ಇಲ್ಲ ಅಂತ, ಕಾರಣ ಅದಕ್ಕುള്ള ವ್ಯವಸ್ಥೆ ಇಲ್ಲ ಅಂತ. ಆ ಕೊಡ್ಕೋಗ ಆವಾತೆಲ್ಲ ಭಾರಿ ಚಂಗ್ಯ ಇಂತು. ബാപ്പ പടിപ്പാട്ടി കൊടുത്ത ഈ ദുആ ബഹുമാനപ്പെട്ട ആയിഷ ബീബി എന്താക്കിത്ത് പ്രയോഗ ആക്കിത്ത് ദുആർക്ക് തുടങ്ങിയിട്ട് നല്ല നിയത്ത് ആക്കിയിട്ട് ദുആർന്നിട്ടാകുമ്പോൾ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ആ കടവും വീടുകളിലെങ്കത്തെ തെറു എത്തുപാട്ടി കൊടുത്താണ്ട് ഇട്ടിക്കിട് ആയിഷ ബീബി അനുഭവിച്ചുള്ളി. കാരണ ആയിഷ ബീബിക്ക് അനന്തര സ്വത്തോ അല്ല ആരോ സ്വതക്കമോ കൊടുക്കാത്ത രൂപത്തിൽ ഏതോ ഗുന്തില്ലാത്ത രൂപത്തിൽ അള്ളാഹു പൈസ കൊടുത്ത ആയിഷ ബീബി പോയിട്ട് അസ്മാ ബീബിയുടെ കട വീടിത്തുണ്ടായിട്ട് സ്റ്റോറി. ഈ ഒരു ദുആ ആയിഷ ബീബിയും അതുപോലെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങ് രണ്ടാളും എന്തായിട്ട് പരീക്ഷിച്ച് നോക്കിയിട്ട് 100% കിട്ടിയ റിസൾട്ട് കിട്ടിയെങ്കിൽ ഒരു ദുആ ആയിട്ടിക്കട് കടത്തിൽ നിന്ന് എല്ലാ മനുഷ്യന്മാർ ഇത് നിങ്ങൾക്ക് സാധ്യ അവിടെ തരാം. ഒരാൾക്ക് 10 പക്കമാ അല്ലെങ്കിൽ എല്ലാ നിസ്കാരത്തിൽ പിന്നെ 10 പക്കമാ 33 പക്കമാ മഗ്രിബിൽ പിന്നമാ സുബൈൽ പിന്നമാ നിങ്ങളെ സൗകര്യം അനുസരിച്ചിട്ട് നിങ്ങൾ ഒരു കണക്ക് നിശ്ചയിച്ചിട്ട് ഇത് നിങ്ങൾ ദ്വാർന്നുണ്ടായെങ്കിൽ പടച്ച റബ്ബ് നിങ്ങൾ ഒരിക്കലും കൈവിടാലുണ്ടായിട്ടേക്കിട് ഈ ചരിത്രത്തിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാവടോ. ഇനി രണ്ടാമത്തൊരു പരിഹാരം എന്നാണ് ചൊല്ലേ, അതും ഒരു ചരിത്രമായിട്ടിക്കിട് ഒരു സ്റ്റോറി ആയിട്ടിക്കിടും. പരിശുദ്ധമായ മസ്ജിദുൻ നബവിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നിട്ട് നോക്കുമ്പോൾ ഒരു സ്വഹാബി അബൂ ഉമാമ റളിയല്ലാഹു അൻഹു ചൊല്ലുടെങ്കിത്തെ പരമദരിദ്രനായെങ്കിത്തെ ഒരു സ്വഹാബി ഭാരി ടൈമല്ലാത്ത ടൈമിൽ പള്ളിയിൽ വന്ന് തെച്ചിട്ടിക്കിടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നോക്കിയിട്ട് അത്ഭുതമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ അബൂ ഉമാമ ചൊല്ലുടെങ്കിത്തെ സ്വഹാബിരെ മുട്ട വീട്ടിൽ കേൾക്കിട്, യാ അബൂ ഉമാമ എന്തേ ഈ ടൈമല്ലാത്ത ടൈമിൽ പള്ളിക്ക് നിസ്കരിക്ക് വേണ്ട ടൈമല്ലാത്ത ഈ ടൈമിൽ പള്ളിയിൽ വന്നിട്ട് എന്തേ ടെൻഷനിൽ തെച്ചിട്ട് കേട്ടിട്ടാകുമ്പോൾ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു ഭാരി ഒരു അവസരം കിട്ടിയതുപോലെ ഭാരി സങ്കടത്തോട് കൂടി ചൊന്തു നബിട്ട ഒരു പരിഹാരം കിട്ടുമല്ലോ ചൊല്ലൊരു സന്തോഷം മനസ്സിലുൾക്ക് എന്ത്. എന്നാലും ആ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു ബേജാറ് സങ്കടം ചൊന്തു, നബിയെ എനിക്ക് ഔത്ത് നിൽക്കുന്നില്ല നബിയെ, ധാരാളം കടങ്ങളുണ്ട്, കട വീടുകളിലെങ്കിലത്തെ ഒരു തെറും നണ്ടലില്ല നബിയെ, അങ്ങനെ മാനസികമായിട്ട് എനിക്ക് ഔത്തു ആവാത്ത രൂപത്തിൽ കടത്തെ ആൾമാരെല്ലാം ഞങ്ങളെ ഔത്തു വന്നുകൊണ്ടുള്ളൊരു സാഹചര്യം വന്നുകൊണ്ടുണ്ട് നബിയെ. അങ്ങനെ എനിക്ക് എന്തെങ്കിലും ആ ഒരു ടെൻഷനിലേറ്റിക്കറ് ഞാൻ ഈ പള്ളിയിൽ വന്ന് തെക്കുകൊല്ല കാരണമായിട്ട് അബൂ ഉമാമ റളിയല്ലാഹു അൻഹു ചൊന്നിട്ടാകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചിരിച്ചിട്ട് ചൊന്തു, യാ അബൂ ഉമാമ നിങ്ങൾ പേടിക്കണ്ട, നിങ്ങളെല്ലാ കടങ്ങളും വീടുകൊള്ളതും അതുപോലെ നിങ്ങളെല്ലാ ടെൻഷനും പോയിട്ട് നിങ്ങൾക്ക് സമ്പത്ത് ധാരാളം കിട്ടണമെങ്കിലത്തെ വിക്രുന്നാണ് നിങ്ങൾക്ക് ചൊന്തരട്ടാണ്ട് അബൂ ഉമാമ തങ്ങട്ട നബി തങ്ങൾ ചൊന്നിട്ടാകുമ്പോൾ നിധി കിട്ടിയ സന്തോഷമായിട്ട് അബൂ ഉമാമ തങ്ങൾക്ക്. കാരണം എന്തെങ്കിലും ഒന്ന് നബിയുടെ ബായിൽ പൂന്ന് കിട്ടുവാനായിട്ട് ഇക്കിട് ആ ടൈമല്ലാത്ത ടൈമിൽ പള്ളിയോ വന്നേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ നല്ല രൂപത്തിൽ സമാധാനാക്കിയിട്ട് സാന്ത്വനാക്കിയിട്ട് സമാധാനപ്പെടുത്തിയിട്ട് ഈ വിക്റ് അബൂ ഉമാമ തങ്ങൾക്ക് പടിപ്പാടി കൊടുത്തു. ഈ ഒരു ദുആ മഗ്രിബും സുബൈക്കും നിങ്ങൾ പതിവാക്കണോ, നിങ്ങൾ പതിവാക്കിയുണ്ടായെങ്കിൽ നിങ്ങളെ കടവും തീറ്, ടെൻഷനും തീറ്, സമ്പത്തും കിട്ടു, ഇസ്സത്തും കിട്ടുന്നുണ്ട് നബി തങ്ങൾ പടിപ്പാട്ടിത്ത് ആ ദുആ ഈ രൂപത്തിലായിട്ടിക്കട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ
وأعوذ بك من العجز والكسل وأعوذ بك من الجبن والبخل وأعوذ بك من غلبة الدين وقهر الرجال. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പടിപ്പാടി കൊടുത്തെങ്കിത്തെ ആ ദിക്ർ പതിവാക്കിയ അബൂ ഉമാമ റളിയല്ലാഹു അൻഹുടെ ജീവന ശൈലിയെ ചെഞ്ചൈത്ത് അത്തോർത്തോറ് പൈസ ഇല്ലാണ്ട് ഉൾപ്പെട്ടു ഇന്ന് അബൂ ഉമാമ റളിയല്ലാഹു അൻഹു അള്ളാഹു ധാരാളം നിയമത്ത് കൊടുത്തു. ಅದರ ಕಾರಣത്തിൽ എല്ലാ കടവും ഇല്ലാണ്ടായിട്ട് ടെൻഷനും ഇല്ലാണ്ടായിട്ട് ನೆಮ್ಮದಿರ ಜೀವನ ನಕ್ಕೆ ಜೀವಿಕ್ಕೂ ಸಾಧ್ಯ ಆയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ പടിപ്പാടി തന്നെ ഈ ദുആയുടെ കാരണത്തിലായിട്ട് ബഹുമാനപ്പെട്ട അബൂ ഉമാമ റളിയല്ലാഹു അൻഹു ചൊന്നതായിട്ട് ഹദീസിൽ കണ്ട് ഇത് കടവീടൊകുവാനായിട്ട് നബി തങ്ങ പടിപ്പാട്ടി കൊടുത്തെങ്കിൽ രണ്ടാമത്തെ പരിഹാര ഇതായിട്ടിക്കിട്. ഇനി ഒരു മൂന്നാമത്തെ പരിഹാരവും ഞങ്ങൾക്ക് പഠിക്കാം. അതും ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ടാക്കിയ ഹദീസിൽ കണ്ട് ഒരാൾ ഒരു സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹളറത്ത് ബേജാറിൽ വന്നിട്ട് ഉൾപ്പെട്ടു ചൊല്ലു, നബിയെ ഞാൻ ഒരു ദരിദ്രനായ ഒരാളായിട്ടിരിക്കുന്ന എനിക്ക് ധാരാളം കടമുണ്ട് നബിയെ, ഒരു ഉറുപ്പത്തെ പോലും ഇൻകമൊരു സോഴ്സ് നക്കില്ല, അതുകൊണ്ട് എൻ്റെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു കിട്ടുവാനായിട്ട് എന്തെങ്കിലും ഒന്ന് നക്ക് ചൊന്തറിനുണ്ടു ഹബീബായ തങ്ങട്ട ബേജാറിൽ ഉൾപ്പെട്ടിട്ടാകുമ്പോൾ നബി തങ്ങ ചൊന്നു കൊടുത്തു. ആ സ്വഹാബിത്ര ചൊന്നു കൊടുത്തിട്ടു, ഞാനൊരു ദിക്ർ നിങ്ങൾക്ക് ചൊന്തണ്ടേ, ഈ ദിക്ർ എല്ലാ നാളും സുബഹി 100 ബക്ക നിങ്ങൾ പതിവാക്കരണ്ടായെങ്കിൽ നിങ്ങൾക്ക് ബനായത്തര സമ്പത്ത് മാത്രമല്ല നിങ്ങൾ എവിടെ പോകുമ്പോൾ നിങ്ങൾ വിചാരിച്ചതിനെക്കാണ്ടി പൈസ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ആ സ്വഹാബത്ത് നബി തങ്ങ പടിപ്പാട്ടി കൊടുത്തിട്ടോ. ആ ദിക്ർ ഇതായിട്ടിക്കട് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം അസ്തഗ്ഫിറുല്ലാഹ്. ഈ തസ്ബീഹ് നാലുകും സുബഹി നിസ്കരിച്ചിട്ട് 100 ബക്ക പതിവാക്കിയെങ്കത്തെ ആ സ്വഹാബി ഭാരി കൊസിയിൽ കുറേ നാൾ കഴിഞ്ഞാൽ പിന്നെ റിട്ടേൺ വന്നിട്ട് നബി തങ്ങളുടെ ചൊല്ലു, നബിയെ നാണെൻ്റെ ഭാരി കൊസിയിലുള്ള നിങ്ങൾ ഒരു തസ്ബീഹിനൊക്കെ ചൊന്തന്നിറാറ് സുബൈ നിസ്കരിച്ചിട്ട് സുബൈ ടൈമിലത് 100 ബക്ക ചൊല്ലുന്നുണ്ട് ഞാൻ പതിവാക്കിയ നബിയെ, ഇപ്പം നൻ്റെ ഞാൻ എവിടെ പോയണ്ടായെങ്കും നൻ്റെ മുട്ട ഇപ്പറ പൈസ വേണ്ട രൂപത്തിൽ ഞാൻ തൊട്ടതെല്ലാം ബംഗാറായി പോയിക്കൊണ്ടുണ്ടു നബിയെ. എന്നിട്ട് ആ സ്വഹാബി ഈ രൂപത്തിൽ ചൊന്നിട്ട് എന്നുണ്ടായെങ്കിൽ ഇത് കടങ്ങൾ തീരുകൊള്ളെങ്കിലത്തെ മൂന്നാമത്തെ പരിഹാരമായിട്ടിക്കട് ഇതും ഞങ്ങൾക്ക് പ്രയോഗിക്കാം. നല്ല നീയത്തിൽ ആത്മവിശ്വാസത്തോടു കൂടെ ഞങ്ങൾ ചൊല്ലുണ്ടായെങ്കിലും ഇതും കടം വീടുകൊള്ളെങ്കിലത്തെ ഒരു മൂന്നാമത്തെ പരിഹാരമായിട്ടിക്കട്. കടം വീടുകൊള്ളെങ്കിലത്തെ നാലാമത്തെ ഒരു പരിഹാരം ഞങ്ങൾ നോക്കാം. അതും ഹബീബായ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഉള്ളെങ്കിലത്തെ ഒരു പരിഹാരമായിട്ടിക്കട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഒരു സ്വഹാബി മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ നബി തങ്ങൾക്ക് ഭാര്യ ബീർസിന്നെങ്കിലത്തെ ഒരു സ്റ്റുഡൻ്റ് ആയിട്ട് ഇന്ത് എപ്പോൾ നോക്കിയെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുട്ടമേ ഇന്ത് നബി തങ്ങൾ ബേനാങ്കിത്തെ എല്ലാ ഖിദ്മത്തും ആക്കി കൊടുത്തു എന്നെങ്കിലത്തെ സ്വഹാബി ആയിട്ടിക്കട് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. ഒരു നാൾ വലിയ അസറുണ്ട് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുടെ കാണാണ്ടാകുമ്പോൾ 2 നാൾ പള്ളി വരാത്തെ മുആദ് റളിയല്ലാഹു അൻഹു എന്തേ വന്നിട്ടില്ലാണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തിൻ്റെ കേൾക്കട് മുആദ് എവിടെ, മുആദ് 2 നാളത്തെ കാണ്ടില്ലാണ്ട് കേട്ടിട്ടാകുമ്പോൾ സ്വഹാബത്തുക്കും ഉത്തരയില്ല, സ്വഹാബത്തും എന്തിനാണ് ബിസേ കൊന്തില്ല. അങ്ങനെ നബിയും സ്വഹാബത്തും എല്ലാ ആൽമാരും മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുടെ ഔത്തു പോണ്ടാർ. അങ്ങനെ നബി തങ്ങ ഔത്തു എത്തിയിട്ടാകുമ്പോൾ നബി തങ്ങ മുആദ് റളിയല്ലാഹു അൻഹു കേൾക്കടു, മുആദ് നിങ്ങൾ എൻ്റെ പള്ളിക്ക് ജന്നാലത്ത് കാണില്ല, എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം ഉണ്ടാണ്ട് കേട്ടിട്ടാകുമ്പോൾ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ബുൾപുട്ടിട്ട് നബി തങ്ങളുടെ ചൊല്ലു, നബി എനിക്ക് ആരോഗ്യത്തിൽ ഒരു പ്രോബ്ലമും എന്തുമില്ല, ഒരു ജൂതനായ ഒരു മനുഷ്യരുടെ കയ്യിൽ ನಾನು തെല്ല് ಬಂಗಾರು കടമെടുത്തിട്ടിന്നെ, ഒരു ജൂതനായ ഒരു മനുഷ്യരുടെ കയ്യിൽ ಬಂಗಾರಕ್ಕೆ ನಾನು കടമെടുത്തിട്ടിന്നെ, ആ ಬಂಗಾರು കടം വീടിനെങ്കിലത്തെ ടൈമായിട്ടും എനിക്ക് വീടായിട്ടില്ല. അങ്ങനെ ನಾನು പള്ളി പറയുമ്പോൾ ആ ജൂതനായ മനുഷ്യൻ എൻ്റെ തടഞ്ഞു വെച്ച നീന് നക്ക് തറനായ കടം വീടാണ്ട് നീനോടെ പന്തോ തീരാ നീನು പള്ളികള ಎವಡಿಗೂ പോതീര ചൊന്നിട്ടു തടഞ്ഞു വെച്ചത് കൊണ്ടായിട്ടിക്കർ നബി എനിക്ക് പള്ളിക പറകാവാത്തേട്ട് മുആദ് റളിയല്ലാഹു അൻഹു ബുൾപുട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങട്ട ചൊന്നിട്ടാകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ മുആദ് റളിയല്ലാഹു അൻഹുടെ സമാധാനാക്കിയിട്ട് ഒരു ജവാബ് ചൊന്നു കൊടുക്കടു, മുആദേ നിങ്ങൾ ഒന്നും ബേജാറാക്കണ്ട, നിങ്ങൾ നാനൊരു ദുആ പടിപ്പാടി തൻ്റെ ആ ദുആ നിങ്ങൾ പ്രയോഗാക്കുറു, നിങ്ങൾ ദ്വാർക്കുറു, അത് നിങ്ങൾ പതിവാക്കരണ്ടായെങ്കിൽ
സ്വബർ ചൊല്ലണമെങ്കിൽ ഒരു ഗുഡ പർവ്വതമുണ്ട്. ആ പർവ്വതത്ര വലിയ നിങ്ങൾക്ക് കടയുന്നെങ്കിൽ പോലും അള്ളാഹു അത് വീട്ടിത്തണ്ട, നിങ്ങൾ ഗൊന്തില്ലാത്ത രൂപത്തിൽ വീട്ടിത്തണ്ട. സ്വബർ പർവ്വതത്ര പോലത്തെ നിങ്ങൾ കടയുന്നെങ്കും ശരിയുണ്ട് നബി തങ്ങൾ ചൊല്ലു. സ്വബർ പർവ്വത ചൊന്നുണ്ടായെങ്കിൽ യമനിൽ നിന്നെങ്കിൽ ഒരു വലിയ പർവ്വതം ഇട്ടുണ്ട്. ആ ഒരു പർവ്വതത്ര വലിയ നിങ്ങൾക്ക് കടയുന്നെങ്കിൽ പോലും നിങ്ങളെ കട അള്ളാഹു വീട്ടിത്തണ്ടാണ്ട് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു നബി തങ്ങൾ ചൊന്നു കൊടുത്തു. ആ ദുആ ഇങ്ങനെ ഇട്ടിക്കണം. قل اللهم مالك الملك تؤتي الملك من تشاء وتنزع الملك ممن تشاء وتعز من تشاء وتذل من تشاء بيدك الخير إنك على كل شيء قدير تولج الليل في النهار وتولج النهار في الليل وتخرج الحي من الميت وتخرج الميت من الحي وترزق من تشاء بغير حساب رحمن الدنيا والآخرة ورحيمهما تعطي منهما من تشاء وتمنع من تشاء ارحمني رحمة تغنيني بها الرحمة من سواك. കടം വീടുകളിലെ അഞ്ചാമത്തെ പരിഹാര ഇതായിട്ടേക്കണം. ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വർഗത്തിൽ നിന്ന് ഭൂമിക്ക് വന്നിട്ട് പരിശുദ്ധമായ കഅബാലയത്തെ മുട്ട വന്നിട്ട് 2 റക്അത്ത് സുന്ന നിസ്കരിച്ചാൽ പിന്നെ ഒരു ദ്വാർക്കിടും. ആ ദ്വാർന്നിട്ടാകുമ്പോൾ പടച്ചറബു ആ ദ്വാ സ്വീകരിച്ചിട്ട് ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിട്ട് ചൊല്ലു, ആദമേ നിങ്ങൾ ഇപ്പോൾ ഒരു ദ്വാർന്ന ദ്വാടെ ബർക്കത്തുകൊണ്ട് നിങ്ങളെല്ലാ ദോഷവും ഞാൻ മാപ്പാക്കിയ നിങ്ങൾക്ക് ഇനിയല്ല മനസ്സിലുള്ളെങ്കിലത്തെ എല്ലാ ടെൻഷനും എല്ലാ ബുദ്ധിമുട്ടും എല്ലാ ബേജാറും ഞാൻ ഇല്ലാണ്ടാക്കിയ നിങ്ങൾക്ക് പിശാച്ചിരെ ഷർറ് ഇല്ലാണ്ടാക്കിയ നിങ്ങൾ ആക്കണമെങ്കിലത്തെ എല്ലാ എല്ലാ നല്ല കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്താണ് ബറക്കത്തും റാഹത്തും തൻ്റെ ഈ ദുആയുടെ കാരണത്തിലുണ്ട്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിട്ട അള്ളാഹു ചൊന്ന ആ ദുആ ഇതയിട്ടിക്കിട്. അല്ലാഹുമ്മ ഇന്നക തഅലമു സിദ്ദി വഅലാനിയതി فاقبل معذرتي وتعلم حاجتي فأعطني سهلي وتعلم ما في نفسي فاغفر لي ذنبي اللهم إني أسألك إيمانا يباشر قلبي ويقينا صادقا حتى أعلم أنه لا يصيبني إلا ما كتبت لي وأرضني بما قسمت لي. ഈ 5 പരിഹാരങ്ങളായിട്ട് കടം എത്രയും പെട്ടെന്ന് വീടി കിട്ടുകൂ. ഹദീസിൽ വന്നെങ്കിലത്തെ 5 കാര്യങ്ങൾ ഇൻഷാ അള്ളാഹ് ഇത് 5 മാക്കറുണ്ടെങ്കിൽ അത് പന്താര ഭൂമിയിൽ കറമ്പ് നട്ട പോലെ ആവിടും. ഇത് ഏതെങ്കിലും ഒന്നാക്കിയെങ്കിൽ പോലും പരിഹാരം കിട്ടുന്നുണ്ടായിട്ടിക്കട് ചരിത്ര പഠിപ്പാട്ടെ ഇൻഷാ അള്ളാഹ്. കടയെടുക്കുമ്പോൾ ജാഗ്രത ആക്കുന്നു. അകത്തിന്നെങ്കിൽ മാത്രം അതും വീടകാവണമെങ്കിലത്തെ വ്യവസ്ഥയെന്നെങ്കിൽ മാത്രം കടയെടുക്കറു. അല്ലെങ്കിൽ കടയെടുക്കാണ്ട് ഇതൊക്കെ ഹൈർ. ഇനി കടയെടുത്തെങ്കിൽ ആ കട എത്ര വലിയ കട ആയിട്ടെന്നെങ്കിലും ലക്ഷ കോടി എത്ര ആയിട്ടെന്നെങ്കിലും ഈ ഒരു പരിഹാരങ്ങൾ പ്രയോഗിച്ചിട്ടുണ്ടായെങ്കിൽ നീയത്തിന്നെങ്കിൽ പരിഹാരം കിട്ടുന്നുണ്ടായിട്ടേക്കിട് ചരിത്രയും ഹദീസും ഞങ്ങൾക്ക് പഠിപ്പാട്ടെ. റബ്ബുൽ ഇസ്സത്തായ അള്ളാഹു കടങ്ങളില്ലാണ്ട് ജീവിക്കണമെങ്കിൽ സന്തോഷമായ റാഹത്തുള്ള ഇസ്സത്തുള്ള ജീവിതം ഞങ്ങൾ എല്ലാ ആൾമാർക്കും തന്നെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.